കേരളത്തിൻ്റെ നോവായ വയനാട് ദുരന്തത്തിൻ്റെ 1-ാം വാർഷികത്തിൽ അവിടെ സർവ്വമത പ്രാർത്ഥനയും പുഷ്പാർച്ചനയും ഒക്കെ നടക്കുന്നുണ്ട്. അതിലേക്ക് നമുക്ക് എത്താം. ഈ ദുരന്തം നടന്നത് മുണ്ടക്കയിലും ചൂരൽമലയിലും ഒക്കെ ആണെങ്കിലും അത് മുഴുവൻ ഏറ്റുവാങ്ങിയത് ചാലിയാറാണ്. കിലോമീറ്ററുകൾ അകലെ നിലമ്പൂർ വനമേഖലയിൽ നിന്നായിരുന്നു 180-ലധികം പേരെ അന്ന് കണ്ടെത്തിയത്. മൃതദേഹങ്ങളായും ചിന്നിച്ചിതറിയ ശരീരഭാഗങ്ങളായും ഒഴുകിയെത്തിയ ഇവരെ അവിടെ നിന്നും എടുത്ത് ബന്ധുക്കൾക്ക് കൈമാറിയത് അവിടുത്തെ സന്നദ്ധ സംഘടനാ പ്രവർത്തകരും നാട്ടുകാരും അഗ്നിശമന സേനാംഗങ്ങളും പോലീസും ഒക്കെ ചേർന്നാണ്. അക്കൂട്ടത്തിൽ എടുത്തു പറയേണ്ടവരാണ് എമർജൻസി റെസ്ക്യൂ ഫോഴ്സ്. അവർക്കും ആ തിരച്ചിൽ, അന്നത്തെ തിരച്ചിൽ ഓർക്കാൻ പോലും ഇഷ്ടമില്ലാത്ത വേദന നൽകുന്ന ഓർമ്മയാണ്. മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിൻ്റെ കണ്ണീർച്ചാലാണ് യഥാർത്ഥത്തിൽ ചാലിയാർ. ദുരന്തം കലങ്ങിയൊഴുകിയത് ചാലിയാറിലൂടെയാണ്. എമർജൻസി റെസ്ക്യൂ ഫോഴ്സ് ചാലിയാറിൻ്റെ തീരങ്ങളിലും കാട്ടിലും മേട്ടിലുമൊക്കെ തെരച്ചിൽ നടത്തിയവരാണ്. ഫുൾ ബോഡികളായിട്ട്, അതായത് മരണപ്പെട്ടവരുടെ ഫുൾ മൃതശരീരങ്ങളായിട്ട് ഒന്നുപോലും കണ്ടെത്താൻ ഭയങ്കര പ്രയാസമായിരുന്നു. അവശിഷ്ടങ്ങളായിട്ട് കൈ, കാല്, അങ്ങനെയായിരുന്നു ഇവിടെ എല്ലാം വന്ന് അടിഞ്ഞിട്ടുണ്ടായിരുന്നത്. വന്ന ബോഡികൾ ചാലിയാർ പുഴയെ സംബന്ധിച്ച് ആ ബോഡി എത്തിപ്പെട്ടത് പുഴയിൽ കൂടെ പൊന്തി നിൽക്കുന്ന നിലയിലാണ്. പക്ഷെ ഞങ്ങൾ ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്തത് ചൂരൽമല, സൂചിപ്പാറ, കണ്ടമ്പാറ ഭാഗത്താണ്, ഉൾക്കാടുകളിൽ. അവിടെ ദൈവം തന്നെ പ്രകൃതിയിൽ കുഴിച്ചിട്ട നിലയിൽ ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ബോഡി കിട്ടിയത് ഞങ്ങൾക്ക് ആ ഭാഗത്തു നിന്നാണ്. ഏകദേശം 80-ൽ പരം ബോഡികൾ, പാർട്സ് പല ഭാഗങ്ങളായിട്ട് കിട്ടിയത്. പിന്നെ അതിൽ തന്നെ ഞങ്ങൾക്ക് ബോഡി കിട്ടിയെന്ന് പറഞ്ഞത് ഒഴുകി വരുന്ന ബോഡിയല്ല കിട്ടിയത്, ദൈവം തന്നെ കുഴിച്ചിട്ടേക്ക് അവിടെ നിന്ന് മാന്തി എടുക്കുക. ഞങ്ങളെ കണ്ണ് കണ്ട ബോഡി ഫുള്ള് മാന്തി എടുക്കായിരുന്നു അവിടെ. ഒരു പക്ഷേ കേരളത്തിലെന്നല്ല ഇന്ത്യയിൽ തന്നെ കേട്ടുകളി പോലും ഇല്ലാത്തൊരു ദുരന്തമായിരുന്നു മുണ്ടക്കൈ ചൂരൽമല ദുരന്തം. നമ്മൾ ഒരു ദിവസം ഇവിടുന്ന് അങ്ങോട്ട് മുണ്ടേരിയിൽ നിന്നും ചൂരൽമല ഭാഗത്തേക്ക് പോയിട്ട് അവിടെ ഒരു ദിവസം കാട്ടിൽ നമുക്ക് താമസിക്കേണ്ടി വന്നു. ഈ ആദ്യം തെരച്ചിൽ നടത്തിയപ്പോൾ എങ്ങനെയായിരുന്നു ആ ഒരു അവസ്ഥ ആദ്യഘട്ടങ്ങളിലൊക്കെ? നമുക്ക് ശരിക്ക് അവിടെ നിന്നുള്ള ആംബുലൻസ് ഡ്രൈവേഴ്സ് പറഞ്ഞിട്ടുള്ള ഒരു അറിവിലനുസരിച്ചാണ് ഇവിടെ ഒരു ബോഡി വന്നടിഞ്ഞിട്ടുണ്ടെന്നും അതിന് ഇക്കരെത്തിക്കാല സംവിധാനത്തിന് നിങ്ങൾ പുറപ്പെടണമെന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മളിവിടെ രാത്രി 2 മണി മുതൽ തന്നെ അലേർട്ടായിട്ടുണ്ടായിരുന്നു. കാരണം ചൂരൽമലയിൽ നിന്നുള്ള സുഹൃത്തുക്കൾ വിളിച്ച് പറഞ്ഞ അടിസ്ഥാനത്തിൽ ഇവിടെ എല്ലാവരും ഉണ്ടായിരുന്നു. നിലമ്പൂരെ ബേസ് ചെയ്തിട്ട് തന്നെ എല്ലാവരും നിൽക്കണം. ഇവിടെ വെള്ളം കയറി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആളുകളെ മാറ്റി പാർപ്പിക്കാനും അതേപോലെ വാഹനങ്ങൾ വർക്ക്ഷോപ്പിൽ നിന്ന് മാറ്റി കൊടുക്കാനൊക്കെയുള്ള സംവിധാനങ്ങളിലേന്ന് റെഡി നിന്നിരുന്നു. പക്ഷേ പെട്ടെന്നാണ് ഈ ഒരു സംഭവം അറിയുന്നത്. കാരണം അങ്ങനെ ഒരു സംഭവത്തിനെ കുറിച്ച് നമുക്ക് ധാരണയില്ല. ഇവിടെ ബോഡികൾ ഇവിടെ വന്നടിയതിനെ കുറിച്ച്. അപ്പോൾ ഒരു കുട്ടീൻ്റെ ബോഡി ഇവിടെ വന്നിട്ടുണ്ട്, അത് ഇക്കരെ എത്തിക്കാനുള്ള സഹായം വേണമെന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് ആംബുലൻസ് ഡ്രൈവേഴ്സ് മുണ്ടേരിന്നൊക്കെ വിളിക്കുമ്പോൾ നാട്ടുകാരും പോലീസുകാരൊക്കെ അറിയിച്ച അടിസ്ഥാനത്തിൽ നമ്മൾ ഇവിടുന്ന് പുറപ്പെടുന്നു. കുട്ടിയുടെ മൃതദേഹത്തുമ്പോൾ തുടങ്ങിയിട്ട് ഏകദേശം 14 ദിവസത്തോളം, 11 ദിവസം നമ്മൾ ഇവിടെയും 2 ദിവസം പിന്നെ വയനാട് ADGP അവർ അറിയിച്ച അടിസ്ഥാനത്തിൽ, ഗവൺമെൻറ് സംവിധാനങ്ങൾ അറിയിച്ച അടിസ്ഥാനത്തിൽ നമ്മൾ വയനാട് സൂചിപ്പാറന്ന് അവിടുന്ന് മുണ്ടേരിക്ക് ഇങ്ങോട്ടുള്ള തെരച്ചിൽ, അങ്ങനെ 2-3 ദിവസം അവിടെ ആയിട്ട് അങ്ങനെ ടോട്ടൽ 14 ദിവസത്തോളം നീണ്ട തെരച്ചിലാണ് ഉണ്ടായിട്ടുള്ളത്. നമുക്ക് കിട്ടുന്ന ഒരു പാർട്സ് പോലും കളയാതെ അല്ലെങ്കിൽ ഒരു പാർട്സ് പോലും മിസ്സാവാതെ അത് കാത്തിരിക്കുന്ന ഒരു കുടുംബം വയനാട്ടിലുണ്ട്. ഈ ചൂരൽമല, മുണ്ടക്കൈ ഭാഗങ്ങളിൽ ഉമ്മമാർ, മക്കൾ, നഷ്ടപ്പെട്ട എല്ലാ കുടുംബങ്ങളും ഈ ഒരു പാർട്സിന് വേണ്ടി കാത്തിരിക്കുന്നവരുണ്ട്. അപ്പോൾ അവർക്കത് പരിപൂർണ്ണ ബഹുമതികളോടുകൂടി അവിടെ എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ദൈവമേൽപ്പിച്ചിട്ടുണ്ടെന്ന കടമ. ചിലപ്പോൾ സ്വർണ്ണം മാല ഇട്ടിട്ടുണ്ടെന്നോ അല്ലെങ്കിൽ മോതിരിട്ടിട്ടുണ്ടോ. ഇപ്പം ആൾക്ക് തന്നെ അറിയാം, ആൾ മമ്പാടുന്ന് കിട്ടുന്ന ഒരു ബോഡി നമ്മളെ അവിടെ അവർ പറഞ്ഞത് ഭർത്താവിൻ്റെ പേര് മോതിരത്തുമുണ്ട് എന്നുള്ള ആ ഒരു ബേസുമ്മലാണ് നമ്മൾ തിരയണതും കണ്ടെത്തണതും, അത് അവരാണ് തിരിച്ചറിയണത്. മലയുടെ ചെരുവിൽ അങ്ങനെ തന്നെ പറയാം. ഒരു ദിവസം ഞങ്ങളോട് നൈറ്റ് കടന്നിട്ട് ഒരു ബോഡിക്ക് 3 മണിക്കൊരു ബോഡി കിട്ടിയ സമയത്ത് അത് ഒരു ലെഗ് കണ്ടു. പിന്നെ അത് മാന്തിരിക്കാൻ ഏകദേശം 4 മണിക്കൂർ ഞങ്ങൾക്ക് വേണ്ടി വന്നു. ഇവിടുന്ന് അങ്ങോട്ട് മുകളിലേക്ക് സഞ്ചരിക്കാൻ കഴിയാത്തൊരു പ്രയാസം തന്നെയായിരുന്നു. കാരണം വന്യമൃഗങ്ങളും മറ്റുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും താണ്ടി തന്നെയാണ് നമ്മൾ രക്ഷാപ്രവർത്തനം നടത്തിയത്. ഞങ്ങളെ സംബന്ധിച്ച് ഇപ്പോൾ ഒരു വർഷം എന്ന് പറയുന്നത്, ഇപ്പോൾ നിങ്ങൾ പോലെ പത്രമാധ്യമങ്ങൾ അറിയുമ്പോൾ ഒരു വർഷം ഞങ്ങളെ സംബന്ധിച്ച് ഇന്നലകൾ കഴിഞ്ഞ പോലെയാണ്. ഇന്നും അത് മനസ്സിൽ നിന്ന് പോയിട്ടില്ല. അതാണ് ദുരന്തം ആർക്കും മറക്കാനാകില്ല. പ്രത്യേകിച്ച് ഈ രക്ഷാദൗത്യത്തിൽ ഏർപ്പെട്ടവർക്ക് അത് അവരുടെ ജീവിതത്തിൽ തന്നെ ഏറ്റവും വിഷമകരമായ ദിവസങ്ങളിലൂടെ കടന്നുപോയ നാളുകളായിട്ടായിരിക്കും ഓർക്കുക. എന്താണെങ്കിലും ആ ദുരന്തത്തിൽ മൺമറഞ്ഞു പോയവരുടെ ഓർമ്മകൾക്ക് മുമ്പിൽ ഒരിക്കൽ കൂടി ആദരം അർപ്പിച്ചുകൊണ്ടാണ് ഈ ഒരു വാക്കുകൾ പറഞ്ഞ് നിർത്തുവാൻ സാധിക്കുകയുള്ളൂ. അഖിലോട്ട് പറയ്ക്കൊപ്പം CV അനുമോദ്, News 18.